അതാ ഈ രാധാകൃഷ്ണനെ ഒതുക്കി പാർലമെന്റിലേക്ക് അയച്ച തരത്തിലുള്ള പ്രചാരണമൊക്കെ അവസാന ഘട്ടത്തിൽ വലിയ ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു കോൺഗ്രസ്. അന്ന് തന്നെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ ഒതുക്കലും നീക്കലൊന്നുമില്ല. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചാണ് ഓരോ പാർട്ടി സഖാക്കളും പ്രവർത്തിക്കേണ്ടത്. ഓരോ സഖാവിനെയും ഓരോ സന്ദർഭത്തിലും ഓരോ ചുമതലകൾ ഏൽപ്പിക്കും. ആ ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമ. ആ കടമയാണ് നാളിതുവരെ ചെയ്തത്. അങ്ങനെ ഒതുക്കലും നീക്കലൊന്നുമില്ല. നമ്മളെ ഏത് സ്ഥാനത്ത് പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയായിരുന്നു. ആ പാർട്ടി തീരുമാനിച്ചതനുസരിച്ചാണ് പാർലമെന്റിലേക്ക് മത്സരിച്ചത്. 2026 എൽ.ഡി.എഫ് സർക്കാർ വീണ്ടും വരും. അത് നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചേലക്കരയുടെ വിജയം മൂന്നാം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വരവറിയിക്കുന്നതായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാം തവണയും കേരളത്തിലെ ഭരണം ജനങ്ങൾ നൽകും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ചേലക്കരയിൽ വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം. സാധാരണ ഒരു സാധാരണ ഈ CPM പ്രവർത്തകർ നേതാക്കൾക്ക് ചെറിയൊരു മസിൽ പിടുത്തമുണ്ട്. പക്ഷേ പ്രതിപക്ഷനായിക്കോട്ടെ രാധേട്ടനാണ് രണ്ടുപേർക്കും അങ്ങനെ ഒരു മസിൽ പിടുത്തമൊന്നുമില്ല. നേതാക്കൾക്ക് പ്രവർത്തകർക്കിടയിൽ അത് ഈ നാടിൻ്റെ പ്രത്യേകതയാണോ? അതങ്ങനെയല്ല, അത് വെറുതെ ഇടതുപക്ഷ വേണ്ടി പറയുന്നവർ ഉണ്ടാക്കിയ ഒരു ചർച്ചയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയല്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ അത് ചില സംസാരങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഇടപെടലൊക്കെ വരുമ്പോൾ അതിന് വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ വലിയ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഇതെല്ലാം മസിൽ പിടിച്ച് നടക്കുന്നവരാണ് അല്ലെങ്കിൽ അഹങ്കാരികളാണ് എന്നുള്ള പ്രചാരം. അതിനേക്കാൾ എത്രയോ അഹങ്കാരങ്ങൾ കാണിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടു. എന്തുകൊണ്ട് അഹങ്കാരം ആണെന്ന് പറയുന്നില്ലത്? അപ്പോൾ ബോധപൂർവം ഇടതുപക്ഷ ആശയങ്ങൾ തകർക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകതയാണ് ഇവർ അഹങ്കാരികളാണ്, ധിക്കാരികൾ. അങ്ങനെ ധിക്കാരവും അഹങ്കാരം കാണിച്ചല്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. സത്യം അതാണ്. സത്യം മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു.